പഴയ പുലി, പുതിയ പുലിക്കുട്ടി അയാക്സിൽ ഇനി ഇബ്രാഹിമോവിച്ച് യുഗം 2.0. അച്ഛന്റെ പാതയിൽ മകനും അയാക്സിനായി കരാർ ഒപ്പിട്ട് മാക്സിമില്യൻ ഇബ്രാഹിമോവിച്ച്. ഫുട്ബോൾ ലോകത്തെ ഇതിഹാസം സ്ലാട്ടൻ ഇബ്രാഹിമോവിച്ച് കൃത്യം 25 വർഷങ്ങൾക്ക് മുമ്പ് തന്റെ 19-ാം വയസ്സിലാണ് ഡച്ച് ക്ലബ്ബായ അയാക്സിൽ ചേർന്നത്. ചരിത്രം ആവർത്തിക്കുന്നു എന്നു പറയുന്നത് പോലെ മകൻ മാക്സിമില്യൻ ഇബ്രാഹിമോവിച്ചും തന്റെ 19-ാം വയസ്സിൽ അയാക്സുമായി കരാർ ഒപ്പിട്ടിരിക്കുകയാണ്. 2001-ലാണ് സ്ലാട്ടൻ അയാക്സിലെത്തുന്നത്. അവിടെ നിന്നാണ് അദ്ദേഹം ഒരു ആഗോള സൂപ്പർ താരമായി വളർന്നത്. കൃത്യം 25 വർഷങ്ങൾക്ക് ശേഷം അച്ഛൻ നടന്ന അതേ പ്രായത്തിൽ അതേ ക്ലബ്ബിൽ മകനും എത്തുന്നു എന്നത് ആരാധകരെ ആവേശത്തിലാക്കുന്നു. തീർച്ചയായിട്ടും ഇത് കേൾക്കുമ്പോൾ സ്ലാട്ടൻ ഇബ്രാഹിമോവിച്ച് ആരാധകർക്ക് വളരെ അധികം സന്തോഷം നൽകുന്നതാണ്. ഞാൻ പറയാൻ പോകുന്നത് കുറേ വർഷങ്ങൾക്ക് മുന്നെയാണ്. ഒരു 25 വർഷങ്ങൾക്ക് മുന്നേ ഇതേ പ്രായത്തിൽ 19-ാം വയസ്സിൽ ഒരു ചെറുപ്പക്കാരൻ അയാക്സിനായി വരുന്നു. അയാക്സ് എന്ന ടീമിൽ 9-ാം നമ്പറായി ജോയിൻ ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ ജേഴ്സി നമ്പർ എന്ന് പറയുന്നത് 9 ആയിരുന്നു. പക്ഷേ ആരും വിചാരിച്ചിരുന്നില്ല ആ ചെറുപ്പക്കാരൻ ഇത്രത്തോളം വളരുമെന്നുള്ളത്. തന്റെ 19-ാം വയസ്സിലാണ് 2001-ലാണ് സ്ലാട്ടൻ അയാക്സിലെത്തുന്നത്. അവിടെ ശേഷം തന്റെ 9-ാം നമ്പറിലാണ് അദ്ദേഹം അവിടെ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പിന്നെ എന്തുണ്ടായി എന്ന് ഫുട്ബോൾ ലോകത്തിനോട് പറയേണ്ട ഒരു ആവശ്യമില്ലല്ലോ. കാരണം സ്ലാട്ടൻ ഇബ്രാഹിമോവിച്ച് എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം. അതേപോലെ പക്ഷേ അതവിടെ കുറച്ചു കാലം അവസാനിക്കുകയാണ്. നീണ്ട ഇടവേളകൾക്ക് ശേഷം, നീണ്ട കാലങ്ങൾക്ക് ശേഷം ഇതാ വീണ്ടും ഒരു യുഗം തുടങ്ങാൻ ആരംഭിക്കുകയാണ്. ഇത് 25 വർഷങ്ങൾക്ക് ശേഷം തൻ്റെ അച്ഛൻ്റെ അതേ പാതയിൽ 19-ാം വയസ്സിൽ തൻ്റെ അച്ഛന് എത്രാം വയസ്സിലാണോ ഈ ക്ലബിലേക്ക് വന്നത് അതേ വയസ്സിൽ ഒരു മാറ്റവുമില്ലാതെ 19-ാം വയസ്സിൽ അയാക്സിനായി പന്ത് തട്ടാൻ അദ്ദേഹത്തിന്റെ മകനും സ്ലാട്ടൻ ഇബ്രാഹിമോവിച്ചിന്റെ മകനും വരികയാണ്. 27-ാം നമ്പറിലാണ് അദ്ദേഹം 27-ാം നമ്പറാണ് അദ്ദേഹത്തിനുള്ളത്. അപ്പോൾ ഒരു കാര്യം പറയാം, ഇനി എന്താണോ എവിടെയാണോ നടക്കാന്നറിയില്ല. എന്നാലും ഒരു ചെറിയൊരു ഡയലോഗ് നമുക്ക് പറയാം. പഴയ പുലി, പുതിയ പുലിക്കുട്ടി അയാക്സിൽ ഇനി ഇബ്രാഹിമോവിച്ച് യുഗം 2.0. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ളതെന്ന് താഴെ കമൻ്റായിട്ട് അറിയിക്കുക. ഇത് നിങ്ങളെ ഫുട്ബോൾ പ്രേമികൾക്കും കൂടി ഷെയർ ചെയ്യുക. അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. ഇതുപോലത്തെ ഫുട്ബോൾ റിലേറ്റഡ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.